ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ ഗ്രീസിന് ടൂർ പോയേക്കുമായിരുന്നു. അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ വീട്ടിൽ നിന്നാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ടൂർ പോയതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് വാച്ച് ചെയ്ത് കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേയെക്കുറിച്ച് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം എന്നോർത്തിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന സ്ഥലം ഗ്രീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല, ഈ ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ കൊരിന്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊരിന്ത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയാണ് എന്നുള്ള കാര്യം അല്ലേ. അതുപോലെ തന്നെ ഗ്രീസിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ട് മെഡിറ്ററേനിയൻ സീ ആണ് വെസ്റ്റ് സൈഡിൽ, ഈസ്റ്റ് സൈഡിലായിട്ട് ആജിയൻ സീ ആണ്, അതിനിടയ്ക്കായിട്ടാണ് ഗ്രീസ് ഉള്ളത്. അതുപോലെ തന്നെ ഗ്രീസിന് മെയിനായിട്ട് രണ്ട് പാർട്ടുകളുണ്ട്. മെയിൻ ലാൻഡ്, അതാണ് മുകളിൽ, അതിലാണ് ആഥൻസ് ഒക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വരുന്നതാണ് പെലപെനീസ് എന്നുള്ളൊരു സ്ഥലം. അപ്പോൾ ഈ കടൽ ഇതിന് ഇടയ്ക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ കടലിന് രണ്ടിനും ഒന്നിച്ചു കൂടി ഒഴുകാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനിടയ്ക്കായിട്ട് ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ട്, ഇസ്മസ് എന്ന് പറയും. ആ ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊരിന്ത് എന്നുള്ള സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിന്ന് പോകുന്നത്. ഈ കൊരിന്തിലാണ് ഇസ്മസ് ഉള്ളത്, ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലം ഇത്രയും പ്രശസ്തമാവാനുള്ള കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെഡിറ്ററേനിയൻ സീയിൽ കൂടി വരുന്ന ചരക്ക് കപ്പലുകൾക്ക് ഈ ആജിയൻ സീയിലേക്ക് കടക്കണമെങ്കിൽ ഇവിടെ ലാൻഡ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു തടസ്സമായിരുന്നു. അപ്പോൾ എല്ലാ ഷിപ്പുകളും അവിടെ നിർത്തേണ്ടതായിട്ട് വരുന്നു. ആ ചരക്കുകളൊക്കെ അവിടെ ഇറക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ അവിടെയുള്ള അടിമകളെ കൊണ്ടാണ് അതെല്ലാ സാധനങ്ങളും മറ്റേ സൈഡിൽ എത്തിച്ച് ആജിയൻ സീയിൽ ഉള്ള ഷിപ്പിൽ കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷിപ്പുകളിൽ നിന്ന് ഒരുപാട് ടാക്സ് കളക്ട് ചെയ്തിരുന്നു ഈ കൊരിന്തിലുള്ളവർ. അപ്പോൾ ഈ കൊരിന്തിലുള്ളവർ ഒരുപാട് റിച്ചായി മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു മർച്ചന്റ് സിറ്റിയായി മാറി. എല്ലാവരും അവിടെ ഈ ചരക്കുകൾ ഇറക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പൈസയൊക്കെ ആയി ഭയങ്കര റിച്ചായപ്പോൾ അവർ ഭയങ്കര അഹങ്കാരികളായി എന്നുള്ളതാണ്. അടുത്തുള്ള സ്റ്റേറ്റുകളെ ഒക്കെ ഭീഷണിപ്പെടുത്തുക, അടുത്ത രാജ്യങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുക, അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ കുത്തഴിഞ്ഞ ഒരു ജീവിതമായി മാറുകയാണ്. ചൂതുകളിയാണെങ്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സ്ത്രീകളെ വിൽക്കുക, ഒരുപാട് പേരെ അടിമയായിട്ട് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമായി മാറുന്നു. അപ്പോൾ ഈ അടുത്തുള്ളവർക്കൊക്കെ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇവരെ കീഴടക്കാനായിട്ട് പലരും പലവട്ടം ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആർക്കും കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രീസിലെ ഭൂപ്രകൃതി തന്നെ അങ്ങനെയാണ്. പ്രത്യേകിച്ചും കൊരിന്തിലെ ഭൂപ്രകൃതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരുപാട് മൗണ്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഈ കോട്ട പണിതിട്ടുള്ളത്, അവരുടെ ക്യാസിൽ പണിതിട്ടുള്ളത് ഈ ഹില്ലിന്റെ, ഈ മൗണ്ടന്റെ മുകളിലായിട്ടാണ് അവരുടെ കോട്ട പണിതിട്ടുള്ളത്. അപ്പൊ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം കൺട്രോൾ ചെയ്യാം, അവർക്ക് കാണാം, ഈ കപ്പലുകളും ഇവിടെ വരുന്നതും ഒക്കെ കാണാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ ആ മൗണ്ടന്റെ മുകളിൽ നിന്ന് ഒരുപാട് ടണൽസ് പണിതിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ വാറിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ കൂടി രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ടണൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ആക്രമിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ റോമിന്റെ ഒരു ജനറൽ അവിടെ വരികയും ഇവരോട് ഫൈറ്റ് ചെയ്ത് ഇവരെ കീഴടക്കുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, സ്ത്രീകളെ അടിമയാക്കുകയോ. അപ്പോൾ അങ്ങനെ ആ സ്ഥലം വിജനമായി മാറുകയാണ്. പിന്നെ ഒരു 100 yearsന് ആ സ്ഥലത്ത് ആരുമില്ലായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജൂലിയസ് സീസർ, റോം ഭരിച്ചിരുന്ന കാലത്ത് ജൂലിയസ് സീസർ ഒരുപാട് റോമൻസ് ആയിട്ട് അവിടെ വരികയും അങ്ങനെ റോമൻസ് അവിടെ താമസം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഗ്രീസിലുള്ളവരും പല നാട്ടുകാരും അവിടെ പിന്നെയും താമസം തുടങ്ങി. ഈ 100 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഈ ചരക്ക് കപ്പലുകൾ അവിടെ വരാൻ തുടങ്ങി. അപ്പോൾ അതൊരു മർച്ചന്റ് സിറ്റിയായി മാറുകയാണ്. ഇവരുടെ അടുത്ത് ഒരുപാട് പണം വന്ന് ചേരുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ
പിന്നെയും അതൊരു സിൻ സിറ്റിയായി മാറുകയാണ്. അവിടെയുള്ളവരുടെ ജീവിതം കുത്തഴിഞ്ഞതായി മാറുന്നു. അപ്പോഴാണ് നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്, സെയിൻറ്റ് പോൾ അല്ലേ, സെയിൻറ്റ് പോൾ അവിടെ വരികയാണ്. സെയിൻറ്റ് പോൾ ഇവിടെയുള്ള മനുഷ്യരുടെ ഈ കുത്തഴിഞ്ഞ ജീവിതം കണ്ടപ്പോൾ അവരോട് സുവിശേഷങ്ങൾ പറയാനും അവരിൽ മാനസാന്തരം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് സെയിൻറ്റ് പോൾ വരുന്നത്. മാത്രമല്ല സെയിൻറ്റ് പോളിന് അറിയാമായിരുന്നു ഇങ്ങനെയുള്ള ഒരു മർച്ചന്റ് സിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും വരുന്ന ഒരു സിറ്റിയാണത് അല്ലേ. അപ്പോൾ ആ മറ്റുള്ളവരിലേക്ക് ആ സുവിശേഷം പ്രചരിപ്പിക്കാൻ വളരെ നല്ലതായിരിക്കും എന്ന് ഓർത്തിട്ട് തന്നെ സെയിൻറ്റ് പോൾ അവിടെ എത്തുകയാണ്. സെയിൻറ്റ് പോൾ അവിടെ എത്തുമ്പോൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നവർ ജൂയിഷ് ആയിരുന്നു, അല്ലെങ്കിൽ വിഗ്രഹാരാധന നടത്തുന്നവരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സെയിൻറ്റ് പോൾ അവിടെ ചെന്നപ്പോൾ അവരൊട്ടും വെൽക്കമിങ് ആയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സെയിൻറ്റ് പോൾ അവിടെ 18 monthsേ നിന്നുള്ളൂ. ആ സമയം കൊണ്ട് ഒരു ചർച്ച് പണിയുകയും അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കൊരിന്ത്യൻസിന് എഴുതിയ ലേഖനം. സെയിൻറ്റ് പോൾ ഇവിടെ താമസിച്ചിരുന്ന ഈ കൊരിന്ത്യൻസിനായിട്ട് അവർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് ആ കൊരിന്ത്യൻസിന് എഴുതിയ ലേഖനത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിന് അറിയാം, ഈ ബൈബിളിൽ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലേ. അതിൽ ആ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സെയിൻറ്റ് പോൾ കൊരിന്ത്യൻസിന് എഴുതിയ ലേഖനം. അതിൻ്റെ എല്ലാ ലേഖനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല, പക്ഷേ പല ലേഖനങ്ങളും കണ്ടെത്തി. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പുള്ള 3-ാമത്തെ ലേഖനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് മിസ് ചെയ്തതായിട്ട് അറിയാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അവിടെ ജീവിച്ചിരുന്നവരുടെ ആ ലൈഫ് സ്റ്റൈല്, അവർ എങ്ങനെയുള്ള ഉപദേശം സ്വീകരിക്കുന്നവരായിരുന്നു, അതനുസരിച്ചാണ് സെയിൻറ്റ് പോൾ അതിൽ എഴുതിയിട്ടുള്ളത്. ഞാനൊരു ക്രിസ്ത്യൻ ആണെങ്കിലും എനിക്ക് ഈ കൊരിന്തിൽ പോകുന്നത് വരെ ഈ കൊരിന്ത്യൻസിന് എഴുതിയ ലേഖനം എന്നുള്ളത് ആ കൊരിന്തിൽ ജീവിക്കുന്നവർക്കായിട്ടുള്ളതായിരുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാ ക്രിസ്ത്യൻസിനും അറിയാവുന്ന ഒരു സ്ഥലമാണത്. സെയിൻറ്റ് പോൾ അവിടെ വന്ന അതേ സമയം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ തോമസ് ലീഗ വന്നിറങ്ങുന്നതും അവിടെ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതേ സമയത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. അത് AD 50s സെയിൻറ്റ് പോൾ ഗ്രീസിൽ പോയതും അതുപോലെ തന്നെ തോമസ് ലീഗ നമ്മുടെ കേരളത്തിൽ വന്നതും ഒരേ സമയമാണ് ഏകദേശം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് ഇടയ്ക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങളോട് ആ കൊരിന്ത് എന്നുള്ള സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇനി വീഡിയോ കണ്ടു നോക്കൂ. നമ്മൾ രാവിലെ തന്നെ ആത്തൻസിൽ നിന്ന് കൊരിന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊരിന്തിലേക്ക് ഏകദേശം ഒരു 50 miles അകലമുണ്ട്. 1 hour എടുക്കും അവിടെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇസ്മസ് വഴിയാണ്. ഇസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീസിൻ്റെ 2 ഭാഗങ്ങളെ തമ്മിൽ ആ കടലിൽ ബന്ധിച്ചിട്ടുള്ള ഒരു പീസ് ഓഫ് ലാൻഡിനെയാണ് ഇസ്മസ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ കരയിടുക്ക് എന്ന് പറയും. അപ്പോൾ ഈ കരയിടുക്ക് കുഴിച്ച് ഒരു കനാലാക്കാനായിട്ട് പല റൂളേഴ്സും ശ്രമിച്ചിട്ടുണ്ട്. അതിന് ശ്രമം തുടങ്ങിയത് BC 600 മുതൽ ശ്രമം തുടങ്ങിയതാണ്. പക്ഷേ അവസാനം ഈ കനാൽ ഉണ്ടാക്കുന്നത് 1893 ഈ കനാലിന് ഏകദേശം 4 miles നീളമുണ്ട്. അതുപോലെ 300 meters ആഴത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്ത് ഈ കനാൽ പണിയാൻ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അവിടെ ഡൈനമൈറ്റോ അതുപോലെ തന്നെ ഗൺ പൗഡറോ ഒന്നും ഉള്ള കാലമല്ലല്ലോ, മനുഷ്യ തന്നെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് പണി നടന്നില്ല. മാത്രമല്ല അന്നത്തെ കാലത്തുള്ളവർ വിശ്വസിച്ചിരുന്നത് അത് ദൈവകോപം ഉണ്ടാക്കും ഈ പാറയൊക്കെ പൊട്ടിച്ച് കനാലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നെ കുറേ സെഞ്ച്വറീസ് കഴിഞ്ഞപ്പോൾ ഏകദേശം AD 1st century നെയ്റോ ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്താണ് ഈ കൊരിന്തിൽ ഒരു കനാൽ പണിയാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്റോ ചക്രവർത്തി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ആ കനാൽ പണി തുടങ്ങിയത് 18th century അങ്ങനെ 1893 കനാൽ ഓപ്പൺ ചെയ്തു. ഷിപ്പുകളൊക്കെ അതിൽ കൂടി പോയി തുടങ്ങി.
അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴി തന്നെ കാണാം ഒരുപാട് മൗണ്ടൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണത്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടൊരു പ്രൊട്ടക്ഷൻ അവിടെയുള്ളവർക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാണുന്ന മൗണ്ടന് പറയുന്ന പേരാണ് ആക്രോ കൊരുന്തെന്ന്. അപ്പോൾ ഈ ആക്രോ കൊരുന്തും അതിൻ്റെ പരിസര ഭാഗങ്ങളും കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഈ മൗണ്ടൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയായിരുന്നു ആര് ഭരിച്ചിരുന്നോ അവരുടെ ആ സൈനികരും താവളവും ഉണ്ടായിരുന്ന കോട്ട അതിന് മുകളിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അക്രക്കുരുന്നിൻ്റെ താഴെയായിട്ടെത്തി. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം BC 8th സെഞ്ച്വറിയിൽ ഇതൊരു സിറ്റി ആയിരുന്നു. പല എംപേഴ്സും ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അതിനെക്കുറിച്ച് നമ്മുടെ ടൂർ ഗൈഡ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് പോകാൻ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊരു BC 6th സെഞ്ച്വറിയിൽ മാസഡോണിയൻസാണ് ഈ സ്ഥലം ഭരിച്ചുകൊണ്ടിരുന്നത്. മാസഡോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീസിലെ തന്നെ മറ്റൊരു ഭാഗമാണ്. അവിടെയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ജനിച്ചു വളർന്ന സ്ഥലം അതാണ്. അപ്പോൾ മാസഡോണിയൻസിൻ്റെ കയ്യിലായിരുന്നു ഒരുപാട് സെഞ്ച്വറീസ് തന്നെ ഈ കൊരിന്ത്. അതിനുശേഷം BC 2nd സെഞ്ച്വറിയിൽ റോമൻസ് കീഴടക്കി എന്നുള്ളതാണ്. അപ്പോൾ റോമൻസിന് അത് പിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടയ്ക്ക് മുകളിലായിട്ട് ഒരുപാട് ഗേറ്റ്സ് കടക്കണമായിരുന്നു. അതുപോലെ അവർക്ക് ഒരുപാട് ടണൽസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗേറ്റ് കടന്നെത്താനേ റോമൻസിന് പറ്റിയുള്ളൂ. പിന്നെ ഏകദേശം ഒരു 4 മാസത്തോളം ആ കോട്ടയ്ക്ക് പുറത്ത് അവർ കാവലിരുന്നു. അതിനകത്തുള്ളവർ പട്ടിണിയായി. പിന്നെ അവർ കീഴടങ്ങുകയാണ് ചെയ്തത്. പിന്നെ അതിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും, കൊരിന്തിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും കൊന്നുകളഞ്ഞു. സ്ത്രീകളെ അടിമകളാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഓട്ടമൻസ് ഭരിച്ചിരുന്ന കാലമുണ്ട്, വെനീഷ്യൻസ് ഭരിച്ചിരുന്ന കാലമുണ്ട്. അവസാനം ഒരു 1900 AD തിരിച്ച് ഗ്രീസിൻ്റെ കയ്യിൽ ആ സ്ഥലം കിട്ടുന്നത്. അപ്പോൾ ഇതൊരു BC 6th സെഞ്ച്വറി മുതൽ ഒരു മർച്ചൻറ്റ് സിറ്റി ആയിരുന്നു. അതിനുശേഷം ഒരുപാട് വാറുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതിനെ സിൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മനുഷ്യർ അസാന്മാർഗിക ജീവിതം നയിച്ചിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ജീസസിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ അപ്പാസോ പോൾ ഇവിടെ വന്ന് മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷം ഈ സ്ഥലങ്ങളൊക്കെ മണ്ണിനടിയിലായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കൊരിന്ത്. അപ്പോൾ 1923 എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ സ്ഥലം. ആത്തൻസിലുള്ള അമേരിക്കൻ കോളേജ് ഓഫ് ക്ലാസിക്കൽ സ്റ്റഡീസാണ് ഈ സ്ഥലം എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. അതിനുശേഷമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ആക്രോകൊരിന്ത് എന്നുള്ള ഈ മൗണ്ടൻ്റെ താഴെയായിട്ട് ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. ഗാഡ് അപ്പോളോയുടെ ടെമ്പിളുണ്ട്. അതുപോലെ തന്നെ ഗാഡസ് ആഫ്രഡൈറ്റിസിൻ്റെ ടെമ്പിളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് ഗാഡ് അപ്പോളോയുടെ ടെമ്പിളാണ്. അപ്പോൾ ഗാഡ് അപ്പോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണിൻ്റെ ഗാഡാണ്, മ്യൂസിക്കിൻ്റെ ഗാഡാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയേ അവശിഷ്ടങ്ങളുള്ളൂ. ഇത് ഒന്നും പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ടെമ്പിൾ എങ്ങനെ ഇരുന്നേനെ, ഇതുപോലെ ഇരുന്നേനെ. ഇപ്പോൾ ആ ടെമ്പിളിനൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഗാഡസ് അഫ്രഡൈറ്റ്സിൻ്റെ ടെമ്പിൾ കാണാനായിട്ടാണ്. ഗാഡ് അഫ്രഡൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിയുടെ, ലവിൻ്റെ, സെക്സിൻ്റെയൊക്കെ ഗാഡാണ്. അപ്പോൾ നിങ്ങൾ പലരും ആ ഗാഡസിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഗാഡസ് അഫ്രഡൈറ്റ്. അപ്പോൾ ഈ ടെമ്പിളിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്നേനെ. പക്ഷേ ഇപ്പോൾ കുറച്ച് കോളംസേ കാണാനുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ആ അക്രോകൊരിന്തിൽ നിന്നുള്ള ഒരു വഴി കണ്ടോ ഇങ്ങനെ. ആ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൈഡായിട്ടുള്ള മാർബിളിട്ട റോഡാണ്. ഇതിൻ്റെ രണ്ടരികത്തുമായിട്ടാണ് പണ്ട് കാലത്ത് ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സിറ്റി ആയിരുന്നു ഇത്. അപ്പോൾ
അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാൻ ടയേർഡായിട്ട് വന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ എവിടെ തണലുണ്ടോ അവിടെ ഞാൻ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, ഈ സ്ഥലത്ത് വന്നിട്ട് റീൽസൊന്നും എടുത്തില്ലല്ലോ, പിക്ചേഴ്സൊന്നും എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും എനിക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് തന്നു. നമ്മളിനി ഈ സ്ഥലത്തൊന്നും ഇനി നമ്മുടെ ലൈഫ് ടൈം ഇവിടെ തിരിച്ചു വരുന്നുണ്ടോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. അതുപോലെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന പിക്ചർ ആരെക്കൊണ്ടോ എടുപ്പിച്ചതാണ്, അപ്പോളോ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട്. പിന്നെ അവിടെ ഒരു റോസ് ഗാർഡൻ ഉണ്ട്. എനിക്കറിയില്ല അത് എന്തെങ്കിലും ആ ഗാർഡന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ്. അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിനി പോകുന്നത് ഒരു മ്യൂസിയം കാണാനായിട്ടാണ്. കൊരിന്തിൻ്റെ പല ഭാഗത്തുനിന്നും പല സെഞ്ച്വറീസിലായിട്ട് കണ്ടെത്തിയിട്ടുള്ള സ്കൾപ്ചേഴ്സും സ്റ്റാച്യൂസൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ കുറേ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കാണാം ഒരുപാട്. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 100 കണക്കിന് സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. നമുക്കറിയാം ഇതൊക്കെ എംപേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പോയറ്റ്സോ ഫിലോസഫേഴ്സോ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ളവരൊക്കെ, അവരുടെയൊക്കെ സ്കൾപ്ചേഴ്സ് ആയിരിക്കും എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ കാണുന്ന ഓരോ സ്കൾപ്ചേഴ്സിൻ്റെയോ സ്റ്റാച്യൂസിൻ്റെയോ ഒന്നും ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് അറിവില്ല. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള സമയം അവിടെ കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ ഓടി അവരുടെ പുറകെത്തി പോവുകയാണ്. അത്രയ്ക്കും സമയമാണ് അവർ അലൗ ചെയ്യുന്നുള്ളൂ. ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഈ മ്യൂസിയത്തിലൊക്കെ പല മ്യൂസിയങ്ങളിലും പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇത്രയും സ്ഥലമൊക്കെ ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പ് കൊരിന്തിൽ ജീവിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന പോട്ട്സും കുടങ്ങളും കൂജകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതിൻ്റെ പെയിൻറ്റിങ് കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2500 വർഷം കഴിഞ്ഞിട്ടും അത് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫായിരുന്നു അവർക്ക് കൊരിന്തിലുണ്ടായിരുന്നത് എന്നുള്ളതിന് തെളിവായിട്ട് വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അവിടെയുള്ള ഒരു വുഡൻ പിനാക്സ് ആണിത്. വുഡൻ പിനാക്സ് എന്ന് പറഞ്ഞാൽ വുഡിൻ്റെ പീസിൽ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അന്നത്തെ കാലത്ത് ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അത് ഒരു BC 600 ഉണ്ടാക്കിയ പെയിൻറ്റിംഗ് ആണ്. അതിൻ്റെ റെപ്ലിക്ക നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിൽ ഒരു ആടിനെ കുരുതിക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്ന പിക്ചറാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ നിന്ന് ഒരു സുവീനിയറൊക്കെ വാങ്ങിക്കൊണ്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിത് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്ത സ്ഥലം കാണാനായിട്ട് പോവുകയാണ്. എപ്പിഡ്യൂറസ് എന്നുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയുള്ള ഒരു തിയേറ്റർ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ തിയേറ്റർ ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് പണിതതാണ്. ഗാഡ് അപ്പോളോയുടെ മകനായ ഗാഡ് അസ്ക്ലീപ്പിയസിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ തിയേറ്ററാണിത്. അപ്പോൾ ഗാഡ് അസ്ക്ലീപ്പിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻ്റെ ഗാഡായിരുന്നു. അപ്പോൾ ഈ തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പല കലാപരിപാടികളും നടത്തിയിരുന്നത് പലരുടെയും അസുഖത്തിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് അസുഖം വരുമ്പോൾ ഇപ്പോഴത്തെ പോലെയുള്ള മെഡിസിൻസ് ഒന്നും അല്ല കൊടുത്തുകൊണ്ടിരുന്നത്. അവർ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലായിട്ട്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള കലാപരിപാടികൾ, മ്യൂസിക്കൊക്കെ കേൾപ്പിച്ചിട്ടാണെങ്കിലും അതുപോലെ എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ കാണിച്ചിട്ടാണെങ്കിലും അവരുടെ മാനസികാവസ്ഥ കുറച്ചുകൂടി മെച്ചമാക്കിയെടുത്തായിരുന്നു അവരുടെ അസുഖങ്ങളൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഹീലിംഗ് സാങ്ച്വറി ആയിരുന്നു. പിന്നെ ഈ തിയേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് അക്കൂസ്റ്റിക് മെത്തേഡിലാണ്. അപ്പോൾ ചെറിയൊരു ശബ്ദം അതിൻ്റെ സ്റ്റേഡിയത്തിലുള്ളത് എല്ലാവർക്കും ഒരുപോലെ കേൾക്കാമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
പിന്നെ ഇവിടെ 16,000 ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് പ്രോഗ്രാം കാണാൻ അത്രയ്ക്കും വലുപ്പമുള്ള ഒരു തിയേറ്ററായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അതിനടുത്തുള്ള ഒരു മ്യൂസിയം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ മ്യൂസിയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൾപ്ചേഴ്സും സ്റ്റാച്യൂസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വർഷങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നതാണ് എന്നൊന്നും തോന്നില്ലെന്നുള്ളതാണ്. അത്രയും നന്നായിട്ട് ഇത് റെസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പല ബിൽഡിങ്സിലും കാണുന്ന സ്റ്റാച്യൂസൊക്കെ ഇതിൻ്റെ റെപ്ലിക്കയാണ്. ഇതിനെ കോപ്പി ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാണുന്ന ഈ കോളംസ് ഇത് കോപ്പി ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്ത് പല ബിൽഡിങ്സിലും കോളംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവൻ USA ക്യാപിറ്റൽ ഹില്ലിലെ ബിൽഡിങ്സിൽ കാണുന്ന കോളംസ്, അതുപോലെ സുപ്രീം കോർട്ടിൽ കാണുന്ന കോളംസും ഒക്കെ ഈ കോളത്തിന് കോപ്പി ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. അതിൻ്റെ ടോപ്പിൽ കാണുന്ന ഡെക്കറേറ്റീവ് പീസാണിത്. ഇതിനെ കൊരിന്തിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് നഫ്ലിയോ എന്നുള്ള ഒരു കോസ്റ്റൽ ടൗൺ കാണാനായിട്ടാണ്. നമ്മുടെ ടൂർ ഗൈഡ് അപ്പോൾ നമ്മൾ പോകുന്ന ആ ടൗണിനെ കുറിച്ച് വിവരണങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ. അപ്പോൾ ഈ നഫ്ലിയോ എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ ടൗൺ ആണ്. ഇറ്റ്സ് ഫേമസ് ഫോർ ബീയിങ് വൺ ഓഫ് ദ മോസ്റ്റ് റൊമാൻറ്റിക് പ്ലേസ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ സീനിക് ഹാർബറും അതുപോലെ ആ ഫെയറി ടെയിൽ കാസിലേക്കുള്ള വ്യൂവും അവിടുത്തെ മനോഹരമായിട്ടുള്ള സൺസെറ്റും എല്ലാമാണ് ഇതിനെ ഇത്രയും ഫേമസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ചർച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള മ്യൂസിയംസൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള പാലമൈഡ് കാസിൽ ഇവിടെയുണ്ട്. അത് ബിൽറ്റ് ചെയ്തത് 1800 വെനീഷ്യൻസാണ്. അപ്പോൾ ഇതിനെ റൊമാൻറ്റിക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ കഴിച്ച് ഒരു റീൽസൊക്കെ എടുത്തു. Ho sbagliato tante volte ormai che lo so già, che oggi quasi certamente sto sbagliando su di te, ma una volta in più che cosa può cambiare nella vita mia? Accettare questo strano appuntamento è stata una pazzia. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഷോപ്പിനകത്ത് പോയിട്ടൊന്നുമല്ല കേട്ടോ, ഈ സ്ട്രീറ്റിലൊക്കെ കാണുന്ന ചെറിയ സ്റ്റോളിൽ നിന്നൊക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് ഇന്ന് പോവുകയാണ്. ഇന്ന് മറ്റൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. നമ്മുടെ ബാഗുകളൊക്കെ ഇപ്പോഴും ബസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറൊക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നതിൽ ഞാൻ പ്രത്യേകം താങ്ക് യു പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് സാറ്റർഡേ മോർണിംഗിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ഫേസ്ബുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ സാറ്റർഡേയ്സിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഞാനിങ്ങനെ വെർട്ടിക്കലായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം ഈ വീഡിയോസ് എല്ലാം തന്നെ റീൽസിൽ പോസ്റ്റ് ചെയ്യാൻ എടുത്തതോ ഫേസ്ബുക്കിൽ ഇടാനും ഒക്കെ ആയിട്ടാണ് എടുത്തത്. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് ഒരു പല എപ്പിസോഡുമായിട്ട് പോസ്റ്റ് ചെയ്യാം എന്നോർത്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. ബൈ നൗ.